കാത്തിരുന്ന് എന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു. ആരാധികയെ സമ്മതിക്കണം. കവി ഉണ്ടായതല്ല, ഒരു ആരാധന കൊണ്ട് കവിയെ സൃഷ്ടിച്ചതാ. കഴിവുള്ളവരെ ആരാധിച്ചതുകൊണ്ടാ അയാള് കവിയാവുന്നത്. അപ്പോ കവിയുടെ മനസ്സിന് തന്നെയാണ് പ്രാധാന്യം. ഉല്ലാസ, പബ്ലിഷർ. ഹലോ. ആ ഹരി, പുസ്തകം കൈ കിട്ടിയോ? കിട്ടി. ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. ആ, ഞാൻ എൻ്റെ സൗഹൃദ വലയങ്ങളിലേക്ക് ഒരു അന്വേഷണം നടത്തി. നല്ല അഭിപ്രായമാണ്. വരികളിലെ ഗ്രാമീണത എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. തന്റെ ആരാധികയ്ക്ക് പുസ്തകം കിട്ടിയോ? നിത്യ എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പബ്ലിക്കേഷനെ ഇനി ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഇനി ഇതുപോലെ ആരുടെങ്കിലും കൈകളിൽ അറിയപ്പെടാത്ത കവിതകളുടെ വിലയേറിയ വരികളുണ്ടെങ്കിൽ അതിങ്ങി വെളിച്ചം കാണിക്കാലോ. ആ, ഒന്ന് ഹരിക്ക് കൊടുക്കാവോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആ, ഓക്കെ. ഹലോ. ആ ഹരി, വേറൊരു സർപ്രൈസ് ഉണ്ട്. പുസ്തകത്തിന്റെ കാര്യമാണ്. നമുക്കത് നേരിട്ടണം പറയാം. എന്നാലും എന്താ സർപ്രൈസ്? തൽക്കാലം പുസ്തകം ഇറങ്ങിയതിന്റെ സന്തോഷമൊക്കെ നടക്കട്ടെ. ഞാൻ വിളിച്ചോളാം. ശരി. എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറി. ഇനി വേറെന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അയാളെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിത് എല്ലാവരും ഒന്ന് കാണിക്കട്ടെ. എനിക്ക് അമ്മാവനെ ഒന്ന് കാണിക്കണം.